ബാക്കിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മോള് പറഞ്ഞ ഒരു ചെറിയ കാര്യമുണ്ട്. അച്ഛൻ എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്യും. പക്ഷെ മോള് എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ ഡോക്ടർ ആണെമ്പോൾ പിന്നെ മോള് ഡോക്ടർ ലെവൽ ആ റൂട്ടിക്ക് പോവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മോള് പറയാണ്, ഞാൻ എഞ്ചിനീയർ ആവാൻ കാരണം പ്രചോദനമായത് എൻ്റെ അച്ഛനാണെന്ന്, അതായത് ഡോക്ടറാണെന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയുകയാണേ, എന്ത് സാധനങ്ങളും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മെക്കാനിക് ചെയ്ത് ആ സംഭവം ശരിയാക്കുന്നു, മെക്കാനിക്കൽ രംഗത്ത് കേട്ടോ. അപ്പോൾ ഡോക്ടർ രംഗത്തല്ല അദ്ദേഹത്തിന്, മെക്കാനിക്കൽ രംഗത്തുണ്ട്. ഏത് വഴിക്ക് പോയാൽ അദ്ദേഹം വേറെ ലെവലെത്തിയേനെ. അപ്പോൾ മോൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ള ഞങ്ങളുടെ ഡോക്ടർക്കും എഞ്ചിനീയർ ഡോക്ടർക്ക് ഒരു ചെറിയൊരു കർത്തവ്യം കൂടെ ഈ ഒരു വേദിയിലേക്ക് ആദ്യം തന്നെ ക്ഷണിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്വന്തം മനോജേട്ടനെയും അതുപോലെ തന്നെ ബീന ചേച്ചിയും അങ്ങനെ തന്നെ വിളിക്കാനേ തോന്നുന്നുള്ളൂ. ബീന ആന്റണി എന്നൊന്നും അങ്ങോട്ട് വരില്ല അല്ലേ. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു പൊന്നാട അണിയിച്ച് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു ആദരവ് നമ്മളെല്ലാവരും സ്നേഹത്തോടെ കൊടുക്കാനായിട്ട് അപ്പോൾ ഡോക്ടറെ തന്നെ ആദ്യം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനോജേട്ടനെയും ബീന ചേച്ചിയും പ്ലീസ് സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ ഇവിടെ വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളുടെയും ആ ഒരു പ്രസൻസിൽ സാന്നിധ്യത്താൽ തന്നെ അവർ രണ്ടുപേരെയും ഡോക്ടറുടെ ഒരു കർമ്മരംഗത്ത് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തും എല്ലാ കാര്യത്തിനും ഇടയ്ക്ക് ഓടിയെത്തും. ഒരുപാട് തിരക്കുകളിലാണ് അവർ ഓടിയെത്തിയിരിക്കുന്നത്. നാളെ വിഷുവിൻ്റെ തിരക്കുണ്ട്. സോ പൊന്നാട അണിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരം. ആ കൈയടികൾ ഒന്നുകൂടി പോരട്ടേടോ. നല്ല ബ്ലഡ് സർ കൈയാണ് ഇന്നടുത്തെ താരം, ഡോക്ടറുടെ കൈകളാണ് താരം. അപ്പൊ നമ്മുടെ കൈയും വെറുതെ ഇരിക്കരുത്, നല്ല കൈയടികൾ പോരട്ടെ. ഇതാണ് അറിയാലോ അല്ലേ എല്ലാവർക്കും, ഡോക്ടറുടെ മോള് എഞ്ചിനീയർ ആയിട്ടുള്ള അശോക് ലൈലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു മെമ്മൻഡോ കൂടി കൊടുക്കുന്നതിനായിട്ട് ഡോക്ടർ പ്ലീസ്. അപ്പോൾ ഇവിടുന്ന് ഒരു മനസ്സാണ്, ഒരു ശരിയാണ്. അവർ രണ്ടുപേർക്കും, അതെ രണ്ടുപേരും ഉണ്ട് അതിൽ. ബാക്കിൽ നിന്ന് വന്ന കമൻ്റാണ് ഒരെണ്ണം കൂടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും വേണ്ട. എല്ലാം കൊണ്ടും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കട്ടയായിട്ട് കൂടെ നിൽക്കുന്നത്. രണ്ടാക്കില്ല, ഞങ്ങൾ ഒരിക്കലും ആക്കില്ല. നിങ്ങൾ എത്രയധികം അല്ലേ, നമ്മളിങ്ങനെ കണ്ട് അവരുടെ വിശേഷങ്ങൾ കേൾക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു നിൽക്കുന്ന മനോഹേട്ടൻ ഇതിൽ കൂടുതലൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോഹേട്ടൻ്റെ ആ ഒരു ശബ്ദ ഗാംഭീര്യം നമ്മളൊരു സ്പീച്ച് കേട്ടു. അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കൂടി പാടിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റെഡിയാണോ? ചെവിയൊക്കെ ഇങ്ങനെ അടച്ചു പിടിക്കണ്ട, നമ്മള് ഒച്ചയിലൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാലല്ലേ എല്ലാവരും അറിയുള്ളൂ. ഓടി വരട്ടെ എല്ലാവരും ആ പാട്ട് കേൾക്കാനായിട്ട്. അപ്പൊ മനോഹേട്ടാ, നമുക്ക് ആ ഒരു പാട്ടിലേക്ക് കിടക്കാം. ഈ കൈയടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയാ. ഒന്നാമത്തത് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടാവും. അപ്പൊ ഞാനടക്കം എല്ലാവരും ഇങ്ങനെയൊക്കെ കൈയടിച്ച് പോകുന്നവരാ, ഇങ്ങനെയൊക്കെ കൈയടിച്ച് വെറുതെ തമാശ കളിച്ച് പോകും. പക്ഷെ ശരിക്കും കൈയടിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവർക്കും അറിയോ അറിയില്ലെന്ന് എനിക്കറിയില്ല. ഇത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടതാണ്. അതായത് ഈ രണ്ട് കൈകൾ യൂണിഫോമിൽ നമ്മൾ അടിച്ചാൽ ഒന്ന് വരും, മൈക്കൊന്ന് പിടിച്ചേ, മൈക്കൊന്ന് പിടിക്കുക, കൈയടിക്കാനല്ല. ഈ രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ കൈയടിക്കുന്നതെങ്കിൽ, അതായത് കൃത്യമായി ഈ രണ്ട് പ്രഷർ നമുക്ക് ഈ രണ്ട് കറക്റ്റ് സ്ഥലത്ത് കിട്ടണം. അങ്ങനെ നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷന്റെ ഇത് കൂടും, മുഖപ്രസാദം കൂടും, ഭംഗി കൂടും, പലതും നല്ല രീതിയിൽ വരും. പക്ഷെ കൈയടിക്കാൻ നമുക്ക് വീട്ടിലിരുന്ന് കൈയടിക്കാൻ പറ്റുമോ? ചുമ്മാ കൈയടിച്ചാൽ പ്രാന്താണെന്ന് പറയും. ഒരുത്തൻ വെറുതെ ഇരുന്ന് കൈയടിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇതുപോലുള്ള പരിപാടികൾ വരുമ്പോ നമ്മൾ മനസ്സറിഞ്ഞങ്ങോട്ട് കൈയടിച്ചേക്കരുത്. ഇത്രയും നമ്മൾ കൈയടിച്ചങ്ങോട്ട് പോകുമ്പോ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് പാട്ടോ സ്പീച്ചോ കഴിഞ്ഞ് നിങ്ങൾ ഈ കൈയടിച്ച് പോകുമ്പോൾ ഏതാണ്ട് നിങ്ങളുടെ ശരീരത്തിന് കിട്ടാവുന്ന മാക്സിമം ആ കൈയടിയുടെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കോ. ഹാൻഡ് ക്ലാപ്പിംഗ് അടിച്ചു കഴിഞ്ഞാൽ അറിയാം ബെനിഫിറ്റ്സ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൈയടി കിട്ടാൻ വേണ്ടി പറഞ്ഞതുമല്ല. ഇതൊക്കെ അറിവുകളാണ് കൊച്ചുങ്ങളല്ല, സഹോദരങ്ങളെ, കൊച്ചുങ്ങൾ എന്നല്ല സഹോദരങ്ങളെ. അപ്പൊ ശരി, ഞാനൊരു ഗായകനല്ല, പ്രൊഫഷണൽ ഗായകനല്ല. ബട്ട് എനിക്കൊരു സംഗീതം എന്ന് പറയുന്നത് അത്യാവശ്യം ചെറുതായിട്ട് പാടുന്നു, അത്രയേ ഉള്ളൂ. അത് നല്ലൊരു സന്തോഷകരമായ മൊമെന്റിലൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ട്, ചിലർ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു പാട്ട് എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ്. കാരണം ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ. മറ്റൊന്നും കൊണ്ടും അല്ല, നാളെ വിഷു അല്ലേ. ഇപ്പൊ തറവാട്ടില് പെങ്ങളും അളിയനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ മത്താപ്പൂ കമ്പിത്തിരിയൊക്കെ കത്തിക്കണമല്ലോ.
ഇപ്പൊ ഇത് ഇന്ന് ഡോക്ടറുടെ പരിപാടി ആയതുകൊണ്ട് മാത്രം വന്നാണ് സത്യം. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള ദിവസം നമുക്ക് ഒരിക്കലും ഭയങ്കര പാടാ അല്ലേ? നമുക്ക് ഈ പറഞ്ഞ ഈ വിഷുവിന്റെ തലേദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചേന്നമംഗലത്തൊക്കെ മാറ്റച്ചന്തൊക്കെ അറിയില്ല, മാറ്റച്ചന്ത എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു അവിടെ മാത്രമേ ഉള്ളൂ അത്. അപ്പൊ അതൊക്കെ ഒന്ന് കറങ്ങുക, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ദൈവദൂതനായ ഡോക്ടറുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിഷു വരെ മാറ്റിവെച്ച് വരാൻ നമുക്ക് തോന്നും. അതാണ് സത്യം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നാളെ വിഷുവാണ്. വിഷു എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെയാണ് അല്ലെ? അപ്പൊ ആ ഒരു ഭഗവാൻ കൃഷ്ണന്റെ ഒരു മനോഹരമായ ഭക്തിഗാനം ഞാൻ പാടാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട്. വോളിയം ഓക്കെ അല്ലേ? ഹലോ ചേട്ടാ, ഹലോ 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 ഹലോ. Click here to subscribe and bell button for latest updates. ഞാനല്ല കേട്ടോ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കൊട്ടുമില്ല കുഴലുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കയിലെ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേ ചേർത്തു പുൽകുന്നു. സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേ ചേർത്തു പുൽകുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം.
രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? താങ്ക് യു. സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടുന്ന എനിക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഈ പാട്ടിന്റെ ഉത്തരം. സത്യം പറഞ്ഞ വല്ല പിടുത്തമുണ്ട്? ഞാൻ പാടിയ പാട്ടിനോടാണോ രാധതൻ പ്രേമത്തോടാണോ? അങ്ങേർക്ക് മാത്രം അറിയാം. അത്രേ ഉള്ളു കാര്യം. അത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ബഹുമാന്യനായ ആരാധ്യനായ ജേക്കബ് മാഷ് ഡോക്ടർ സംഗീതയുടെ അധ്യാപകൻ, അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറ വളരെയധികം ഇല്ലേ, നമുക്ക് ഭയമാണ് ഇപ്പൊ നമ്മുടെ മക്കളെ. ഒരു 18 വയസ്സ് കഴിഞ്ഞ മക്കൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഞങ്ങൾക്കൊരു മകനുണ്ട് 19 വയസ്സ്. അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരോടുത്ത് മടിയിൽ വയ്ക്കാൻ പറ്റുമോ? അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിള്ളേര് പോണതിന്റെ പുറകെ നമുക്കിങ്ങനെ പോകാൻ പറ്റുമോ സ്പൈ വർക്കായിട്ട്? അപ്പൊ മാക്സിമം നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത്, തൊട്ടേനും പിടിച്ചതിനൊക്കെ വേണ്ടാത്ത കുറെ നിയമങ്ങൾ വരും. എന്ന് അധ്യാപകൻ ചൂരൽ താഴെ വെച്ചോ അന്ന് മുതൽ ഇവിടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അച്ചടക്കം എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു. ആ അധ്യാപകന്റെ മനസ്സിന്റെ വേദനയാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ നന്നാക്കിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അദ്ദേഹം അധ്യാപകന്റെ ജോലിയാണ് ചെയ്തത്. പക്ഷെ ഇന്നൊരു അധ്യാപകൻ ഒരു കുട്ടിയെ ഒന്ന് വിരൽ ചൂണ്ടിയോ എന്ന് എന്തെങ്കിലും പറയാൻ പറ്റില്ല. അധ്യാപകനെതിരെ കേസ് കൊടുക്കും. അതിന് മുൻകൈ എടുക്കുന്നത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും. ശ്രദ്ധിക്കുക, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. ദൈവത്തെക്കാളും വലുതായിട്ടാണ് ജന്മം തന്ന അച്ഛനും അമ്മയും അറിവ് പകരുന്ന ഗുരുവും എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ അങ്ങനെയുള്ള ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക മക്കളെ, ഗുരുത്വം എന്ന 3 അക്ഷരം അത് ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഗുരുവിനെ വന്ദിക്കുക, ഗുരുവിനെ നിന്ദിക്കുന്നവൻ ഒരിക്കലും ഗുരുത്വം ഉണ്ടാവില്ല. ആ അധ്യാപകന്റെ മനസ്സിന്റെ വേദന ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇവിടെ ഓരോരുത്തല്ലേ പിള്ളേരെ തല്ലിക്കഴിഞ്ഞാൽ കുഴപ്പം, ശിക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു അധ്യാപകൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ താൻ ആരോടോ എന്നെ ചോദിക്കാൻ പേടിയില്ല. ആ ഒരു തലമുറയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മളൊക്കെ പേരൻസ് PTA മീറ്റിങ്ങിനൊക്കെ പറയണം. നിയമമൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങളുടെ മക്കളെ അധ്യാപകർ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചോളൂ, ഞങ്ങൾക്ക് സമ്മതമാണ്. PTA മീറ്റിങ്ങിൽ നിങ്ങൾ തന്നെ പറയണോ? അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അധ്യാപകർ ചെയ്തോളൂ, ഞങ്ങൾക്ക് സമ്മതമാണ്, എഴുതി ഒപ്പിട്ട് തരാം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ഹാപ്പി വിഷു. താങ്ക് യു ഡോക്ടർ. എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണം മനോഹരനല്ലേ, വെറുതെ വലിയൊരു പ്രായം അങ്ങോട്ട് തോന്നിപ്പിച്ചു എന്നുള്ളതാ ഒരു ഇതിൽ. ഓക്കെ, എന്നാലാവട്ടെ. അപ്പൊ നമുക്കൊരു ഇത്രയും നേരം സർപ്രൈസ്, സന്തോഷ വാർത്തകളും അനൗൺസ്മെന്റും ഒക്കെ ചെയ്ത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സങ്കടം കൂടി തരട്ടെ. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം മനോഹരനും ബീന ചേച്ചിക്കും നാളെ വിഷുവും തിരക്കുകളും കുടുംബമൊക്കെ വെയിറ്റ് ചെയ്യണം. എല്ലാവരും തിരക്കുകളിലാണ്. എന്നാലും ഇത്രയും സമയമുണ്ടോ, കുറേ അന്നപ്പോൾ തൊട്ട് പറയണം നാളത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അവർക്ക് ഈ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞ് സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇനി അവരെ വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹം നൽകിക്കൊണ്ട് അവരെ ഒരിക്കൽ കൂടെ ഓക്കെ. ഡോക്ടർ സംഗീത് സാറിന് മെഡിക്കൽ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനോഹരനും അതുപോലെ തന്നെ ബീന ചേച്ചിക്കും നൽകിക്കൊണ്ട് ഈ ഒരു ബുക്കിൻ്റെ ഒരു പ്രകാശനം കൂടി വേദിയിൽ നടക്കുകയാണ്. ബീന ചേച്ചി ഒരു സെക്കൻഡ്. ഡോക്ടറുടെ ഈ ഒരു ബുക്ക് പ്രകാശനം കൂടി ഈ വേദിയിൽ ധന്യമായി തന്നെ ഈ പ്രാവ് പറക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് കേട്ടോ, അല്ല മനസ്സമാധാനത്തോടു കൂടി. അതുപോലെ തന്നെ അങ്ങോട്ട് പറക്കട്ടെ എല്ലാവരും അല്ലേ. യെസ്, താങ്ക് യു മനോട്ടോ. സോറി കേട്ടോ, ഞങ്ങള് കുറച്ചു നേരം കൂടി ഇരിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സദസ്സും അതുപോലെ എല്ലാവരുടെ ആ അനുഭവങ്ങളൊക്കെ സത്യം പറഞ്ഞ വല്ലാത്തൊരു സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ആനന്ദം കാണുമ്പോൾ
മറ്റുള്ളവരുടെ ആ ഒരു നിർവൃതി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമ്മുടെ കണ്ണ് നിറയലും, ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കരങ്ങൾ എന്തോരും പേർക്കാണ് അനുഗ്രഹമായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. അതിന് ചിലപ്പോൾ ചിലവരുടെ കാര്യങ്ങളിൽ ഞാനും അതിനൊരു നിമിത്തമായി എന്നുള്ളതും ഒരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് വന്ന ബെൽസ് പാൾസി ഞാൻ കാണുന്നു. അതുകൊണ്ടാണല്ലോ ഈ മഹാനായ ഒരു മനുഷ്യനെ പരിചയപ്പെടാനും കണ്ടുമുട്ടാനും കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗങ്ങളാണ്, വേറൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം നന്മകളും ഉണ്ടാവട്ടെ. നല്ല മനസ്സോടെ മനുഷ്യരെ മനുഷ്യരായി കണ്ട്, പ്രകൃതിയെ പ്രകൃതിയായി കണ്ട്, എല്ലാ ജീവജാലങ്ങളെയും നല്ല മനസ്സോടെ നമുക്ക് മാറാലകളില്ലാതെ അഴുക്കില്ലാത്ത മനസ്സോടെ നമുക്ക് സ്നേഹിക്കാം. നമുക്ക് നല്ലൊരു പുലരി, നല്ലൊരു നാളെ, നല്ലൊരു ഭാരതം, നല്ലൊരു കേരളം എല്ലാം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം നല്ല മനസ്സോടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു മനോട. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ബെൻചേച്ചി. അപ്പം രണ്ടുപേരും അവരുടെ ആയിട്ടുള്ള തിരക്കുകളിലേക്കും അവർക്ക് ഇനിയും അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നവരെപ്പോഴും സ്ക്രീനിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. എല്ലാവിധ ആശംസകളും നമ്മുടെ എല്ലാവരും ചേർന്ന് കൊടുക്കണം അല്ലേ. എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ വരട്ടെ, ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകളിലൂടെ നമ്മുടെ മുന്നിൽ എത്തട്ടെ അവർ രണ്ടുപേരും നമ്മൾ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. അപ്പോൾ